ഭരണഘടനാ അസംബ്ലി സമ്മേളിക്കുന്നത് 1949 ഡിസംബർ 9-നാണ്. 11-ാം തീയതിയാണ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത്. രാജേന്ദ്രപ്രസാദിനെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. അധ്യക്ഷ വേദിയിലേക്ക് രാജേന്ദ്രപ്രസാദിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് രണ്ടുപേര് ചേർന്നാണ്. ഒന്ന് മൗലാന അബ്ദുൽ കലാം ആസാദ്, മറ്റൊന്ന് ആചാര്യ കൃപലാനി. ഇവർ രണ്ടുപേർ ചേർന്ന് രാജേന്ദ്രപ്രസാദിനെ അധ്യക്ഷ വേദിയിലേക്ക് ആനയിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ മുഴങ്ങിക്കേട്ട രണ്ട് മുദ്രാവാക്യങ്ങളുണ്ട്. ഒന്ന് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം, രണ്ട് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം നിങ്ങൾക്ക് അറിയുമല്ലോ. അത് എഴുതിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഹസ്രത്ത് മൊഹാനിയാണ്, മൗലാന ഹസ്രത്ത് മൊഹാനിയാണ്. ഈ മൊഹാനിക്ക് വേറൊരു പ്രാധാന്യം കൂടിയുണ്ട്. കോൺഗ്രസ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രമേയം 1930 അംഗീകരിക്കുന്നതിന് 10 കൊല്ലം മുമ്പ് 1921 ചേർന്ന അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ അന്നത്തെ 1920 രൂപപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രമേയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് മൊഹാനിയാണ്. മൊഹാനിയുടെ ആ നിർദ്ദേശം പക്ഷെ അന്ന് അതിനെതിരെ സംസാരിച്ച ഒരാളേ ഉള്ളൂ, അത് ഗാന്ധിജിയാണ്. ഗാന്ധിജി അതിനെതിരെ സംസാരിക്കുകയും ഈ പ്രമേയം തള്ളിപ്പോവുകയും ചെയ്തു. കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ പട്ടാഭി സീതാരാമയ്യ പിന്നീട് അതേക്കുറിച്ച് പറയുന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനാണ് ഗാന്ധിജി ആ പ്രമേയത്തെ എതിർത്തത് എന്ന കാര്യത്തിൽ നമുക്ക് ആശ്ചര്യം തോന്നും. എങ്കിലും ഗാന്ധിജി എതിർക്കാണ് ചെയ്തത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് പങ്ക് എന്നൊക്കെ ഇപ്പൊ ധാരാളം ചോദ്യങ്ങൾ പലയിടത്തും കേൾക്കാറുണ്ട്. ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ, പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന സങ്കല്പം ദേശീയ പ്രസ്ഥാനം അംഗീകരിക്കുന്നതിന് 10 കൊല്ലം മുമ്പ് ഈ മുദ്രാവാക്യം രാഷ്ട്രീയമായി ഉന്നയിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന കാര്യം. ഭരണഘടനാ അസംബ്ലി വേണമെന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന എം.എൻ. റോയാണ്. 1934 അദ്ദേഹം ഭരണഘടനാ അസംബ്ലി എന്ന ആശയം അവതരിപ്പിച്ചു. 1945 ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു കരട് സ്വന്തമായിട്ട് അദ്ദേഹം എഴുതി തയ്യാറാക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള ചരിത്രമുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. ഇതിലൊന്നും ഒരു പങ്കുമില്ലാത്ത ഒരു വിഭാഗമാണ് ഈ ഹിന്ദുത്വ ശക്തികൾ. ഈ മൗലാന ഹസരത്ത് മൊഹാനി തയ്യാറാക്കിയ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴങ്ങുന്നു. അദ്ദേഹത്തിന് വേറൊരു പ്രാധാന്യം കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും. നമ്മൾ വളരെ കൂടുതൽ പാടി പ്രസിദ്ധമായി തീർന്ന ഗുലാം അലിയുടെ ഒരു ഗസൽ ഉണ്ടല്ലോ, ചുപ്കെ ചുപ്കെ റാദ്ദിൻ എന്ന ആ ഗസൽ, അത് എഴുതിയതും ഈ മൊഹാനിയാണ്. അദ്ദേഹം വലിയ ഉറുദു കവിയായിരുന്നു. അങ്ങനെ കവിയായിട്ടുള്ള, ഭരണഘടനാ തന്ത്രത്തിനായിട്ടുള്ള, രാഷ്ട്രീയ സമര നേതാവായിട്ടുള്ള ഈ മൊഹാനിയുടെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മറ്റൊരു മുദ്രാവാക്യമായിട്ട് ഉയർന്നത് ജയ് ഹിന്ദാണ്. അത് സുഭാഷ് ചന്ദ്രബോസിന്റെ അനുയായിയായിരുന്ന സൈനുൽ അബ്ദീൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ ഒരു മുദ്രാവാക്യമാണ്. ഇന്ന് ഹിന്ദുത്വ ശക്തികൾ ആഞ്ഞു വിളിക്കുന്ന മുദ്രാവാക്യം ഉണ്ടല്ലോ, ഒരു മുദ്രാവാക്യവും ഭരണഘടനാ അസംബ്ലിയിലില്ല. ഉള്ള രണ്ട് മുദ്രാവാക്യങ്ങൾ ഇത് രണ്ടും മാത്രമാണ്. ഭാരത് മാതാ കി ജയ് ഇല്ല, മറ്റേതെങ്കിലും വന്ദേ മാതരം ഇല്ല. ഉള്ളത് ഇൻകുലാബ് സിന്ദാബാദും ജയ് ഹിന്ദുമാണ്. ഞാൻ പറഞ്ഞത് ഒരു സവിശേഷമായ പാരമ്പര്യമാണ് നമ്മുടെ രാഷ്ട്രമായി തീർന്നത്. ആ രാഷ്ട്ര പാരമ്പര്യത്തിൽ ഒരു പങ്കുമില്ലാത്തവരാണ് ഇന്ന് ഹിന്ദുത്വ ഫാഷിസ്റ്റ് ശക്തികൾ. അതിനെ തകർക്കാൻ ശ്രമിച്ചവരാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹിന്ദു മഹാസഭ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ എപ്പോഴെങ്കിലും ബ്രിട്ടനിൽ നിന്നുള്ള ഇന്ത്യയുടെ മോചനം ലക്ഷ്യമാക്കിയിട്ടില്ല, RSS ആക്കിയിട്ടില്ല. പിന്നീട് ഒരു ഘട്ടത്തിലും, എല്ലാ ഘട്ടത്തിലും ബ്രിട്ടനെതിരായ ഇന്ത്യൻ ജനതയുടെ ഐക്യത്തെ തകർക്കുന്നതിനുള്ള ഒരു ഉപകരണമായി പ്രവർത്തിക്കുക എന്നതായിരുന്നു ഹിന്ദുത്വം ചെയ്തുകൊണ്ടിരുന്നത്. ആ ശ്രമത്തിന്റെ പരിസമാപ്തിയിലാണ് ഗാന്ധി വധക്കേസിന്റെ ആസൂത്രകനായി സവർക്കർ മാറിത്തീരുന്നത്.